പുത്തൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നതോടൊപ്പം SU-30 എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാങ്കേതിക മേന്മകൾ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് കൈവരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇങ്ങനെ ഒരു വാർത്ത ഈ അടുത്ത സമയത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളത് 260 ഓളം SU-30 MKI വിമാനങ്ങളാണ്. ആ വിമാനങ്ങൾ ദൗർഭാഗ്യവശാൽ അത് ഒന്നാം തരം വിമാനങ്ങളാണ് എല്ലാ രീതിയിലും. അതായത് സൂപ്പർ ക്രൂയിസിങ്, അതുപോലെ തന്നെ ആയുധം വഹിക്കാനുള്ള ശേഷി, വലിയ പേലോഡ് വഹിക്കാനുള്ള ശേഷി, ട്വിൻ എഞ്ചിൻ എല്ലാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, അതിന് സ്റ്റെൽത്ത് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ആ സ്റ്റെൽത്ത് ക്വാളിറ്റിയും കൂടെ ഈ വിമാനത്തിന് വന്നാൽ, നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയും സ്വർണത്തിന് സുഗന്ധം പോലാണ്. സുഗന്ധവും കൂടെ സ്വർണത്തിനുണ്ടായിരുന്നെങ്കിലോ അത് വളരെ ഒരു വല്ലാത്ത ഒരു ആകർഷണീയത അതിന് കൊടുക്കില്ലേ. അപ്പോൾ അങ്ങനെ ഈ SU-30 MKI വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് ക്വാളിറ്റി കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന RCS എന്ന് പറയുന്ന റഡാർ ക്രോസ് സെക്ഷൻ അത് കുറയ്ക്കണം. ഇപ്പോഴ് ഈ വിമാനത്തിന് 4 മുതൽ 12 മീറ്റർ വരെ റഡാർ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഒരു ശരാശരി ഏതാണ്ട് ഒരു 8 സ്ക്വയർ മീറ്റർ ഈ വിമാനം റഡാറിൽ ദൃശ്യമാകുമെന്നാണ്. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു 200 കിലോമീറ്റർ തൊട്ട് 300 കിലോമീറ്റർ ദൂരത്തിലൊക്കെ വെച്ച് ഈ വിമാനം റഡാറിൽ ദൃശ്യമാകും. ഇന്ന് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഇന്ന് വളരെ അധികം ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ, അതായത് വിമാനങ്ങളെ ലക്ഷ്യമാക്കി വിടുന്ന എയർ ടു എയർ മിസൈലുകളുടെ റേഞ്ച് വളരെ വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് ഏതാണ്ട് ഒരു 3-4 കൊല്ലം മുമ്പ് വരെ പരമാവധി ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ ആംറാം എന്ന് പറയുന്ന അമേരിക്കയുടെ മിസൈല് അതിനായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും റേഞ്ച്. പക്ഷേ ഇന്ന് ചൈനയുടെ PL-15, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ PM-15 200 കിലോമീറ്റർ അധികം റേഞ്ച് ഉണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കൈവശമുള്ള മെറ്റിയോർ മിസൈല് റഫാലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്, അതിനും ഏതാണ്ട് ഒരു 170-200 കിലോമീറ്റർ അടുപ്പിച്ചുള്ള റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന അസ്ത്ര 2, അസ്ത്ര 2, ആ അസ്ത്ര 2-ന് ഞാൻ ഈ പറഞ്ഞ ഏതാണ്ട് 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. വരാനിരിക്കുന്ന അസ്ത്ര 3-ക്ക് 300 കിലോമീറ്റർ അധികം റേഞ്ച് ഉണ്ടാകും. അപ്പോൾ പെട്ടെന്നാണ് ഈ എയർ ടു എയർ മിസൈലിൻ്റെ റേഞ്ച് വർദ്ധിപ്പിച്ചത്. അങ്ങനെ വന്നപ്പോൾ നിലവിലുള്ള പല വിമാനങ്ങൾക്കും ഇനി പ്രസക്തിയില്ല. കാരണം ഈ വിമാനങ്ങളൊക്കെ തന്നെ റഡാറിൻ്റെ കണ്ണിൽപ്പെടും. അതായത് ഇപ്പൊ ഇന്ത്യയുടെ ഒരു സുഖോയി പാകിസ്ഥാനിലെ ഒരു റഡാറിന്റെ 200 കിലോമീറ്റർ അടുത്തെത്തിയാൽ തന്നെ അവർ മിസൈൽ വിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിമാനത്തിന് ഇനി 200 വേണ്ട, 300 കിലോമീറ്റർ തൊട്ട് അവർക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഒരു 250 കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ അവർ മിസൈൽ പ്രയോഗിക്കും. അപ്പോൾ ഇത്തരം വിമാനങ്ങൾക്ക് ഇനി വലിയ പ്രസക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറവായിരിക്കും, റഡാറിൽ അത് കാണപ്പെടരുത്. അതിനു വേണ്ടിയാണ് ഇന്ത്യ ഒരു പുതിയ കണ്ടുപിടുത്തം DRDO നടത്തി. ഈ റഡാർ അബ്സോർബൻറ്റ് മെറ്റീരിയൽ RAM എന്നൊരു മെറ്റീരിയൽ കണ്ടുപിടിച്ചു. ഒരു പെയിൻ്റാണ്. ആ പെയിന്റ് ഈ റേഡിയോ ഫ്രീക്വൻസിയെ അങ്ങ് വലിച്ചെടുത്തു കളയും. ആ പെയിന്റ്, അതായത് പറയുന്നത് എക്സ് ബാൻഡ് ഫ്രീക്വൻസികൾ ഒന്നും തന്നെ ആ പെയിന്റ് അടിക്കുന്ന ഭാഗത്തു നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. റഡാർ ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി റഡാറിൽ നയിക്കുന്നു. അത് ലക്ഷ്യസ്ഥാനത്ത് വിമാനമാകാം, കപ്പലാകാം, അതിൽ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരും പ്രതിഫലിച്ച്. അങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചു വരുന്നില്ലെങ്കിലോ, പ്രതിഫലിക്കുന്നില്ലെങ്കിലോ, ആ റേഡിയോ വേവ്, ഞാനീ പറഞ്ഞ എക്സ് ബാൻഡിലെയോ റേഡിയോ വേവ് ഈ SU-30 MKIയിൽ അത് വന്ന് തട്ടിയിട്ട് അത് തിരിച്ചു പോവില്ല. ആ പെയിന്റ് അതങ്ങ് അബ്സോർവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെയിൻ്റാണ് ഈ റഡാർ അബ്സോർബൻ മെറ്റീരിയലായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ SU-30യുടെ
ഒരു ഹാൻഡിക്യാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൗർബല്യം, ഈ അതിൻ്റെ മെയിൻ വിങ്ങിന് മുമ്പിൽ ചെറിയ 2 വിങ് ചിറകുകളുണ്ട്. ആ ചെറിയ ചിറകുകളാണ് ഈ വിമാനം മാനുവറബിൾ ആക്കുന്നത്. അതുപോലെ തന്നെ വേഗത്തിൽ ഈ സൂപ്പർ ക്രൂയിസിംഗ് ഒക്കെ നടക്കുമ്പോൾ വിമാനത്തിന് വേഗത്തിൽ കുതിക്കാനൊക്കെ പറ്റുന്നു ഈ ചെറിയ മുമ്പിലുള്ള മുഖ്യമായിട്ടുള്ള ചിറകുകളുടെ മുന്നിലുള്ള ചെറിയ ചിറകുകൾ. ആ ചെറിയ ചിറകുകളാണ് പ്രശ്നം. അത് ഏറ്റവും കൂടുതൽ റഡാറിൽ വിസിബിലിറ്റി ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, എക്സ്റ്റേണൽ വെപ്പൺസ് ബേ എന്ന് പറയുന്നത്, അതായത് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് ഉള്ളിലല്ല പുറത്താണ്. ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഇപ്പോൾ അമേരിക്കയുടെ F-35 F-22 റാപ്റ്ററോ ഒക്കെ തന്നെ ആയുധങ്ങൾ വിമാനത്തിൻ്റെ ഉള്ളിലാണ് സൂക്ഷിക്കുന്നത്. പ്രയോഗിക്കാൻ നേരം അത് സ്വിച്ച് ഇട്ടാൽ അത് തനിയെ പുറത്തോട്ട് വരും. അത് കാരണം റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവാണ്. F-35 0.1 തൊട്ട് 0.001 സ്ക്വയർ മീറ്റർ വരെയുള്ള ഒരു റഡാർ ക്രോസ് സെക്ഷനേ ഉള്ളൂ. അപ്പോൾ എത്ര ചെറുതാണ്, 1 സ്ക്വയർ മീറ്റർ പോലും ഇല്ല. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ Su-30 പിന്നെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു 8 സ്ക്വയർ മീറ്റർ എങ്കിലും വരും. അപ്പോൾ ഒരു കാരണവശാലും അതിന് മിസൈൽ നേരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റെൽത്ത് പെയിന്റ് അതിലടിച്ചാൽ വലിയ വ്യത്യാസം വരുമെന്നാണ്. അതായത് ഒരു 3 ചതുരശ്ര മീറ്റർ ആയിട്ട് ഈ 8 ചതുരശ്ര മീറ്റർ ഇപ്പോൾ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള വിമാനം അത് 3 ചതുരശ്ര മീറ്ററോ അതിൽ താഴെയോ ആയിട്ടോ കുറയും എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിമാനത്തിനെ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ദൂരം ഏതാണ്ട് 150 കിലോമീറ്റർ, 100 തൊട്ട് 150 കിലോമീറ്ററിനുള്ളിൽ ഒരു റഡാറിൻ്റെ അടുത്തെത്തിയാൽ മാത്രമേ ഈ വിമാനത്തിനെ റഡാറിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ 100-150 കിലോമീറ്റർ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഈ Su-30 നിന്നും പുറപ്പെടുന്ന ഒരു ആൻറ്റി റേഡിയേഷൻ മിസൈൽ, അതായത് രുദ്ര പോലുള്ള ഒരു മിസൈല് പോയിട്ട് ഈ റഡാറിനെ അങ്ങ് തകർക്കും. അല്ലെങ്കിൽ ശത്രു വിമാനമാണെങ്കിലും ഈ പിന്നെ അസ്ത്ര 2 ഒരു 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അസ്ത്ര 2 ധൈര്യമായിട്ട് മറ്റു ശത്രു വിമാനത്തിൻ്റെ അടുത്തല്ല. എങ്കിലും F-35 പോലെയുള്ള ഒരു സ്റ്റെൽത്തൊന്നും ഈ പെയിന്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഒരു ചൊല്ല്. അതായത് കുറേയെങ്കിലും സ്റ്റെൽത്ത് ഉണ്ടല്ലോ. 8 സ്ക്വയർ മീറ്റർ പിന്നെ റഡാറിന് കാണാൻ പറ്റുന്ന സ്ഥലമുള്ള ഒരു വിമാനത്തിൻ്റെ പിന്നെ ഏരിയ, റഡാറിന് കാണാൻ പറ്റുന്ന ഏരിയ ഒരു 2 സ്ക്വയർ മീറ്റർ ഒക്കെ ആയിട്ട് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഏതാണ്ട് ഒരു 70% വരെ സ്റ്റെൽത്ത് ഈ വിമാനത്തിന് കൈവരിക്കാൻ പറ്റും ഈ പെയിന്റിന്റെ ഉപയോഗം കൊണ്ട് എന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. അത് മാത്രവുമല്ല, ഞാൻ ഈ Su-30MKIയിലെ പിന്നെ വിരൂപാക്ഷ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ഘടിപ്പിക്കുന്നുണ്ട്. ആ വിരൂപാക്ഷ റഡാറിന് ഒരേ സമയം 100 ശത്രു കേന്ദ്രങ്ങളെ, ടാർഗറ്റുകളെ അതിന് പിന്നെ ട്രാക്ക് ചെയ്യാമെന്നും അതിൽ ഏതാണ്ട് ഒരു 40 തൊട്ട് 60 ടാർഗറ്റുകളെ ആക്രമിക്കാൻ പറ്റും എന്നുമാണ് വിലയിരുത്തുന്നത്. അപ്പോൾ വിമാനത്തിൻ്റെ ഓവറോൾ ക്യാപ്പബിലിറ്റീസ് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതുപോലെ ധൃതി DR-18 എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ റഡാർ സിസ്റ്റവും ഇതിനോടൊപ്പം അത് ഒരു സെൽഫ് പ്രൊട്ടക്ഷനിലാണ്. അതായത് മറ്റ് വിമാനങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകളെ, മറ്റു വിമാനങ്ങളെ, ഇതിനെയൊക്കെ കണ്ടെത്താൻ പറ്റുന്ന, അങ്ങനെ ഒരു വലിയ ഒരു മെച്ചം ഈ പിന്നെ ആധുനികവൽക്കരണം കൊണ്ട് Su-30MKIക്ക് ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ക്ലെയിംസ് ഒക്കെ വളരെ കറക്റ്റാണ്. ഇങ്ങനെ ഒരു റഡാർ അബ്സോർബൻ മെറ്റീരിയൽ നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ വിമാനത്തിന് മാത്രമല്ല മിസൈലിനും ഒക്കെ പൂശാവുന്നതാണ്. പക്ഷെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഈ കാലതാമസമാണ്. HAL അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും അവർക്ക് ഒരിക്കലും ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാലതാമസം ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും 2030-32 കൂടി ഇന്ത്യയുടെ Su-30MKI വിമാനങ്ങളെല്ലാം തന്നെ സൂപ്പർ സുഖോയ് എന്ന ഒരു പുത്തൻ വിമാനം പോലെ ആകുകയും ഒരു വിമാനത്തിന് ഞാനീ പറഞ്ഞ പിന്നെ അപ്ഗ്രേഡ്സ് എല്ലാം കഴിയുമ്പോഴും അതിനൊരു വിമാനത്തിന് ഒരു 3-4 കോടി രൂപയുടെ അധിക ചെലവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു പുതിയ വിമാനം വാങ്ങിക്കണമെങ്കിൽ ഒരു റഫാൽ വിമാനത്തിന് 1000 കോടിയൊക്കെയാണ് വില. ഒരു പ്രഡേറ്റർ ഡ്രോണിന് അത്രയും വിലയുണ്ട്. 31 പ്രഡേറ്റർ ഡ്രോൺ നമ്മൾ വാങ്ങിച്ചത് 30,000 കോടി രൂപ കൊടുത്തിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്
ആ, വലിയൊരു ചെറിയൊരു തുക കൊണ്ട് വലിയ മാറ്റങ്ങൾ SU-30 വിമാനത്തിൽ. SU-30 മറ്റു പല കാര്യങ്ങളിലും ലോകത്തിൽ F-35നേക്കാൾ മികച്ച വിമാനമാണ്. ട്വിൻ എഞ്ചിൻ വിമാനമാണ്, 2 എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനത്തിന് വേഗത 2100 കിലോമീറ്ററിലധികം വേഗതയുണ്ട്. സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് വിമാന എഞ്ചിൻ്റെ ആഫ്റ്റർ ബേണറുകൾ ഉപയോഗിക്കാതെ തന്നെ വിമാനത്തിൻ്റെ വേഗത നിലനിർത്താൻ പറ്റുന്ന എഞ്ചിനാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിമാനമാണ്. ഈ വിമാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാകിസ്ഥാനുമായിട്ട് പലപ്പോഴും യുദ്ധം ഉണ്ടാകുമ്പോഴൊന്നും തന്നെ ഈ വിമാനത്തെ വീഴ്ത്താൻ അവർക്ക് പറ്റാറില്ല. കാരണം ഒരു മിസൈൽ വരുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെട്ടിത്തിരിയാനും പെട്ടെന്ന് വേഗത കൂട്ടാനും ഒക്കെ പറ്റിയിരുന്നു. SU-30 നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ SU-30യിൽ, അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫൈറ്റർ ജെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് SU-30യെ പറയാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി HAL ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം.